ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും നല്ലൊരു ഈസിയും സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. നമുക്കിതൊരു ഏകദേശം ഒരു ഉള്ളിവടയുടെയൊക്കെ രൂപത്തിലാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സവാള തന്നെയാണ്. അപ്പോൾ സവാള ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം വാർന്ന് വരാൻ വേണ്ടി അടുത്തതായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയും അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് കടലമാവുമാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം നമ്മുടെ ചെറിയ ജീരകവും, പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പീനട്ട്സ് ആണ്. പിന്നെ എരിവിന് ആവശ്യത്തിലുള്ള പച്ചമുളകും കൂടെ കൂട്ടുകാരെടുക്കാൻ മറക്കരുത്. പിന്നെ കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടെ ആവാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഉള്ളി നമുക്ക് നല്ല പോലെ ഇതിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് പിഴിഞ്ഞ് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അല്പം പോലും വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ കൂട്ടുകാർക്ക് സവാളയുടെ അളവ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 സവാളയോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. പീനട്ട് ആണെങ്കിലും അതേപോലെ തന്നെ ജീരകം ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഏകദേശം ഒരു ഉള്ളിവടയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ കുറച്ചുകൂടെ അധികം ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ, എരിവിനും കളറിനും വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടുകാരുടെ കയ്യിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. തൈരില്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ മാവുണ്ടല്ലോ, ദോശമാവ്, അത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതിനെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നിങ്ങൾക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ, അതായത് നമുക്കിത് റെസ്റ്റ് ടൈമോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടീസിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. കൂട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.